ഞാൻ മുത്തും സീക്വൻസൊക്കെ വെച്ചിട്ടൊരു ഹാൻഡ് വർക്ക് ചെയ്തെടുത്താണ് ഇത്. ഈ ബോർഡറിലൊക്കെ കയ്യിൻ്റെ സ്ലീവിലൊക്കെ ബോർഡർ മാതിരി ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. മുത്തും സീക്വൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ കാണിച്ചു തരാം. ഒരു ഹാൻഡ് എംബ്രോയിഡറി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ ലൈന് വരച്ച് വെച്ചിട്ട് കാണുന്നുണ്ടാവില്ല. അതിൽ നീല കളറുള്ള നൂലാണ്, 3 ലെയറിലാണ് നൂലെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു കാര്യം സ്റ്റെം സ്റ്റിച്ചിൽ ഒരു ലെയർ നൂല് തുന്നി വയ്ക്കുക. സ്റ്റെം സ്റ്റിച്ചിൽ നീലേനെ കൊണ്ട് ഒരു ലൈന് തയ്ച്ച് വയ്ക്കുക. കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഒരു ലെയർ ഫുള്ളായിട്ട് തയ്ച്ച് വയ്ക്കുക. ഈ അറ്റം വരെ ഒരു ലൈന് തയ്ച്ച് വയ്ക്കുക. അതേമാതിരി ഞാൻ ഒരു ലെയർ തയ്ച്ചെടുത്ത് ഒരു ലൈനിന് ഈ പഠിത്തത് ഒരു വെള്ള നൂലുകൊണ്ട് തയ്ച്ചത്. അതേ 3 ലെയറിൽ തന്നെയാണ് നൂലെടുക്കുക. വെള്ള നൂലുകൊണ്ട് എന്നിട്ട് ചേർന്നിട്ട് തയ്ച്ച് കൊടുക്കുക. ഒരു ബോർഡറും പാരി വരേന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ മുന്നേ ഞാൻ ഇത് തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. അതും സ്റ്റെം സ്റ്റിച്ചിൽ തന്നെയാണ് തയ്ക്കുന്നത്. ചേർന്ന് തയ്ക്കണം. അതേമാതിരി ഈ ലൈൻ ഇതുവരെ തയ്ച്ചിട്ടുണ്ട്. ഇത് അതേമാതിരി ഈ അടുത്ത നീലേനെ കൊണ്ട് ഇതേമാതിരി തന്നെ ചേർന്നിട്ട് സ്റ്റെം സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഒരു ചെറിയൊരു ബോർഡർ ലൈനായി. അതിന് വേണ്ടിയിട്ടാണ്. ബോർഡർ ലൈൻ നേരത്തെ ചെയ്ത മാതിരി തന്നെ ചെയ്യും. ഒരു സിമ്പിൾ ലൈൻ വരും. ഇതേമാതിരി ഫുള്ളായിട്ട് ഈ അറ്റം വരെ ചെയ്തെടുക്കും. ഇതേമാതിരി ഡിസൈൻ ഞാൻ ചെയ്തെടുത്തു ലോങ് ഇതിൽ. ഇനി അടുത്തൊരു കാര്യം ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ എടുക്കുക. ഇത് ശരിയല്ലാത്തതിൻ്റെ കൈക്ക് ഒരു ചെറിയ വേദന ഉണ്ട്. അങ്ങനെ എടുക്കുക. ലോങ് ഫ്രഞ്ച് നോട്ട് ഇവിടെ അങ്ങനെ ഏകദേശം ഇത് വെച്ച് കൊടുക്കുക. നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല. അതിനനുസരിച്ചിട്ട് ഈ സീക്വൻസ് വെച്ച് കൊടുക്കുക. പിന്നെ ലോങ് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത 2 സൈഡിലും ഓരോന്നും ചെയ്തെടുക്കുക. സൈഡിൽ നമുക്കൊരു സീക്വൻസ് വെച്ച് കൊടുക്കുക. സീക്വൻസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ? ഇനി അടുത്തതിൻ്റെ മുകളിൽ ഈ സൈഡിൽ ചെയ്ത് കൊടുക്കുക.
അവിടെ ഒരു സീക്വൻസ് വെച്ച് കൊടുക്കും. ഇതേമാതിരി ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്തത്. ഇതേമാതിരി വന്നു. അടുത്ത് വേറെ ഇതും കൂടെ ചെയ്യേണ്ടത് കാണിച്ചത്. ഇത് ചിലപ്പോൾ നമ്മൾ കയ്യിൻ്റെ മുകളിൽ ബോർഡറിലൊക്കെ ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് അതിന്. ഇതേമാതിരി ഞാൻ ഇതിൻ്റെ ഇടയിൽ മുത്ത് വെച്ച് കൊടുത്തു, ചെറിയ ബീഡ്സ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അവിടെ ഞാൻ ഇതുവരെ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്ന ഇത്. ബീഡ്സ് ചെയ്ത് കൊടുക്കും. 3 ബീഡ്സ് വെച്ച് കൊടുത്താൽ മതി സൂചിയുടെ മുകളിൽ. അതാണ് കണക്കായിട്ട് വെച്ചത്. ഷുഗർ ബീഡ്സ് ഇല്ലേ, ഷുഗർ ബീഡ്സിൻ്റെ ടൈപ്പ് വെള്ള പേളൻ കളറുള്ളതാണ് ഞാൻ ചേർത്തെടുത്തത്. എന്നിട്ട് ഒരു സീക്വൻസ് ഇവിടെ വയ്ക്കുക. കുത്തിയിരിക്കുക. ഇതേമാതിരി. ഇനി അടുത്തത് അതിൻ്റെ നടുക്കിൽ ഇത് അവിടെ ഉണ്ടല്ലോ, ഇവിടെ കൊടുക്കുക. ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ അടിക്കുക. ഇതിൻ്റെ മുകളിൽ 3 ബീഡ്സ് കുറയ്ക്കുക. ബീഡ്സ് കൊടുത്തെടുത്തിട്ട് ഇതേമാതിരി തന്നെ ഇതിൻ്റെ നടുക്കിലൊരു സീക്വൻസ് വെച്ച് കൊടുക്കുക. ഉണ്ടോ? ഇനി അടുത്തത് അവിടെ ഇതിനെ നടുക്കരുത്. ഈ സൈഡിൽ ബീഡ്സ് വെച്ചത്. ഇത് ചെയ്ത് ഇതേമാതിരി ഇതിൻ്റെ സൈഡിൽ ഒരു മുത്തും വെച്ച് വേറെയും കൊടുക്കുക. അടുത്ത ചെയ്ത് ഈ ഇതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞു. ഈ വർക്ക് കാണാൻ അതേമാതിരി ഉണ്ട്.